ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PC. ഇന്നൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, പ്രധാനമന്ത്രി ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്, ഗവർണർ ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കൊക്കെയാണ് രാജി സമർപ്പിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തേതാണ് ഗവർണർ. ഗവർണർക്ക് ആരൊക്കെയാണ് രാജി സമർപ്പിക്കുന്നത്? മുഖ്യമന്ത്രി, സംസ്ഥാന പബ്ലിക് കമ്മീഷൻ ചെയർമാൻ, അതേപോലെ മെമ്പർമാർ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഇത്രയും പേരാണ് ഗവർണർക്ക് രാജി സമർപ്പിക്കുന്നത്. ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന പബ്ലിക് കമ്മീഷൻ ചെയർമാൻ, മെമ്പർമാർ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്താണ് രാഷ്ട്രപതി. രാഷ്ട്രപതിക്ക് ആരൊക്കെയാണ് രാജി സമർപ്പിക്കുന്നത്? ഗവർണർ, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ഓർ ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അംഗങ്ങൾ, UPSC ചെയർമാൻ, അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ. അപ്പോൾ ഇത്രയും പേരാണ് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആരൊക്കെയാണ്? ഗവർണർ, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അംഗങ്ങൾ, UPSC ചെയർമാൻ, അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ. അപ്പോൾ നമ്മൾ ഗവർണർക്ക് രാജി സമർപ്പിക്കുന്നത് കണ്ടു, രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കുന്ന ആരൊക്കെയാണെന്ന് കണ്ടു. അടുത്താണ് രാഷ്ട്രപതി. രാഷ്ട്രപതി ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്കാണ് നൽകുന്നത്. സ്പീക്കർ ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകുന്നത്. ലോക്സഭയിലെയും നിയമസഭയിലെയും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറിനാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. അടുത്താണ് ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കറിനാണ് രാജി സമർപ്പിക്കുന്നത്. MLA സ്പീക്കറിന്, ലോക്സഭാ അംഗമോ ലോക്സഭാ സ്പീക്കറിനാണ് രാജി സമർപ്പിക്കുന്നത്. രാജ്യസഭാ അംഗം രാജ്യസഭാ ചെയർമാന്, ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിൽ ചെയർമാന്. അപ്പോൾ ഒന്നുകൂടെ പറയാം. രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് നൽകുന്നു, സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്ക് നൽകുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ രാജി സ്പീക്കറിന് നൽകുന്നു, MLA സ്പീക്കറിന് നൽകുന്നു, ലോക്സഭാ അംഗം ലോക്സഭാ സ്പീക്കറിന് രാജി സമർപ്പിക്കുന്നു, രാജ്യസഭാ അംഗം രാജ്യസഭാ ചെയർമാന് രാജി സമർപ്പിക്കുന്നു, ഡെപ്യൂട്ടി ചെയർമാന് രാജി സമർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഗവർണർക്ക് നൽകുന്നത് മുഖ്യമന്ത്രി, സംസ്ഥാന പബ്ലിക് കമ്മീഷൻ ചെയർമാനും മെമ്പർമാരും, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറും. രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർ, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ്, കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അംഗങ്ങൾ, UPSC ചെയർമാൻ, അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ. ഇത്രയും പേരാണ് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. അടുത്ത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് നൽകുന്നു, സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്ക് നൽകുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറിന് നൽകുന്നു, MLA സ്പീക്കറിന് നൽകുന്നു, ലോക്സഭാ അംഗം ലോക്സഭാ സ്പീക്കറിന്, രാജ്യസഭാ അംഗം രാജ്യസഭാ ചെയർമാന്, ഡെപ്യൂട്ടി ചെയർമാന് നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇത് നോട്ടിൽ എല്ലാവരും എഴുതി വെച്ചിട്ട് 2-3 തവണ വായിക്കുക. മറ്റൊരു ഹോട്ട് ടോപ്പിക് സീരീസായിട്ട് വീണ്ടും കാണാം. താങ്ക്